ഇതൊരു കവറപ്പ് ടാറ്റു ആണ്. ഇത് പഴയൊരു സ്ക്രിപ്റ്റ് ടാറ്റു ഉണ്ടായിരുന്നത് കവറപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അത് കസ്റ്റമൈസായിട്ട് ഡിസൈൻ ചെയ്തിട്ട് അത് കവറപ്പ് പ്രോപ്പറായിട്ട് കവറപ്പ് ചെയ്യുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ഇത് എൻ്റയർലി ഒരു ടാറ്റു പ്രോസസ്സ് അതേപടി വീഡിയോ എടുത്തിരിക്കുകയാണ്. സ്റ്റാർട്ടിങ് എപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തു തുടങ്ങുള്ളൂ. കാരണം ആ സ്കിൻ എങ്ങനെയുണ്ട്, സ്കിന്നിൽ ഇങ്ക് പോകുന്നത് എങ്ങനെയാണ്, സ്കിന്നിൻ്റെ ഒരു നേച്ചർ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ടാറ്റു ചെയ്തു തുടങ്ങുന്നത്. എല്ലാ സ്കിന്നിലും ഒരുപോലെ ആയിരിക്കില്ല. ഈവൻ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റി, അതായത് ഒത്തിരി ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ ഒത്തിരി പ്രഷർ കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ ടാറ്റു ചെയ്തു തുടങ്ങുന്നത്. ഇത് ഏകദേശം 3 hours എടുത്തൊരു ടാറ്റു ആണ്. 3 hours കൊണ്ടാണിത് കംപ്ലീറ്റ് ചെയ്തത്. നമ്മൾ ആദ്യം ഇതിൽ ആ ഒരു ഡാർക്ക് പോർഷൻസ് എല്ലാം കവർ ചെയ്ത് പോവുകയാണ് ചെയ്യണത്. പിന്നെ ലാസ്റ്റ് നമുക്ക് ഈ ഇപ്പോൾ ഡിസൈനിൽ ഡാർക്ക് പോർഷൻസ് കവർ ചെയ്യാത്ത ഏരിയ ഉണ്ട് കവറപ്പിൽ. അവിടെ നമ്മൾ കുറച്ച് വൈറ്റ് ഓർ ഗ്രേ, അത് സ്കിന്നിൻ്റെ ഒരു കോംപ്ലക്ഷൻ അനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്ത് ആ ഒരു ഡാർക്കർ കുറച്ചുകൂടെ ഒന്ന് ഡിമ്മാക്കി ഇടും. കവറപ്പിൽ നോർമലി നമ്മൾ നോക്കണമെന്ന് പറഞ്ഞാൽ ഒരു 1 month കഴിഞ്ഞിട്ട് നമ്മൾ റിവ്യൂ എടുക്കും. അതിൽ എത്രത്തോളം കവേർഡ് ആയിട്ടുണ്ട് എന്നുള്ളത് നോക്കും. എന്നിട്ട് കവേർഡ് ആയിട്ടില്ലെങ്കിൽ ചിലപ്പം ഒരു സെഷനും കൂടെ പോകാറുണ്ട്. അതായത് ആ ഒരു വൈറ്റ് ഒന്നുകൂടെ പുള്ള് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ബ്ലാക്ക് പോർഷൻസ്, അത് നെഗറ്റീവിൽ വല്ലതും വരുന്ന ബ്ലാക്ക് പോർഷൻസ് ഉണ്ടെങ്കിൽ, ഡാർക്ക് പോർഷൻസ് ഉണ്ടെങ്കിൽ, അത് പഴയ ടാറ്റുണ്ട്, അതൊന്നുകൂടെ ഡിം ചെയ്യാൻ വേണ്ടി പിന്നീട് ഒന്നുകൂടെ വൈറ്റ് പുഷ് ചെയ്യാറുണ്ട്. അത് ഹീലിങ്ങിന് ശേഷം നമ്മൾ റിവ്യൂ ചെയ്തിട്ടാണ് അത് തീരുമാനിക്കുന്നത്. കവറപ്പ് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാം. സ്റ്റുഡിയോ കൊച്ചി.